നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഹറാമായ സൗദിയിൽ ചാരായ വാറ്റു നടത്തിയ 3 പേർ പിടിയിലായെന്ന വാർത്തയാണ് പ്രവാസ ലോകത്തു നിന്നും പുറത്തുവരുന്നത്. സൗദി അറേബ്യൻ തലസ്ഥാന നഗരിയിൽ ചാരായ വാറ്റു കേന്ദ്രത്തിലാണ് റെയ്ഡ് നടത്തിയത്. റിയാദ് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗമായി ഷിഫയിൽ ഒരു വില്ലയിൽ പ്രവർത്തിച്ചിരുന്ന മദ്യനിർമ്മാണ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം റിയാദ് പോലീസ് പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് പിന്നാലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യമനി പൗരനും എത്യോപ്യക്കാരായ സ്ത്രീയും പുരുഷനുമാണ് പിടിയിലായത്. ഇവർ വ്യാജ റെസിഡന്റ് പെർമിറ്റ്, അതായത് ഇക്കാമ ഇല്ലാതെയാണ് രാജ്യത്ത് തങ്ങുന്നതെന്ന് കണ്ടെത്തി. ഒരു മസ്ജിദിനും ഖുറാനും പഠന കേന്ദ്രത്തിനും സമീപത്താണ് വാറ്റുകേന്ദ്രമായി പ്രവർത്തിച്ച ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. മസ്ജിദിന്റെ അടുത്താകുമ്പോൾ ആർക്കും സംശയം തോന്നില്ല എന്ന ധാരണയിലാകും ഇവിടെ തന്നെ തെരഞ്ഞെടുത്തത്. ഇങ്ങനെയാണ് പോലീസും കരുതുന്നത്. വിതരണത്തിനായി കാറിൽ കയറ്റിയ 300 കുപ്പികളിലും വില്ലയിൽ സൂക്ഷിച്ചിരുന്ന 700 കുപ്പികളിലും ഏതാനും ബാരലുകളിലും മദ്യമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ചാരായം വാറ്റി കുപ്പികളിൽ നിറച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കലായിരുന്നു ഇവരുടെ പതിവെന്ന് പോലീസ് വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ മദ്യം ഉൾപ്പെടെ ഏത് തരത്തിലുള്ള ലഹരികളുടെയും ഉപയോഗവും നിർമ്മാണവും വിതരണവും എല്ലാം കടുത്ത ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. എന്തായാലും സൗദി പോലുള്ള ഒരു രാജ്യത്ത് കടുത്ത ശിക്ഷയാണ് കുറ്റക്കാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്ത ഈ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ്. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.